വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ ബസുകളുടെ പ്രീ മൺസൂൺ ഫിറ്റ്നസ് പരിശോധനയും ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും കുറുപ്പുംപടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്നു. 2026-27 സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് കുറുപ്പംപടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടന്നത്. പെരുമ്പാവൂർ സബ് ആർടി ഓഫീസിന്റെ അധികാര പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയാണ് നടന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷനുടെ പ്രത്യേക ഉത്തരവിൻ പ്രകാരമായിരുന്നു പരിശോധന. പരിശോധനയ്ക്ക് മുന്നോടിയായി നടന്ന ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. നമ്മുടെ ഒരു കുഞ്ഞുമക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിന് വളരെയേറെ ജാഗ്രതയോടുകൂടി നമ്മുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ വണ്ടിയുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ചു പോകണം. ഇപ്പോൾ സ്കൂളുകൾ അധ്യയന വർഷം തുടങ്ങുമ്പോൾ സ്കൂളുകളുടെ തന്നെ ഫിറ്റ്നസ് എടുക്കാൻ നടക്കുന്നുണ്ട്. സ്കൂളുകൾ മോശമാണോ, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ചോരുന്നുണ്ടോ, അതൊക്കെ നോക്കി എല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് ഇപ്പോൾ കയറ്റി വിടാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടിയാണ് സർക്കാരിന്റെ പുതിയ നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ജോയിന്റ് ആർടിഒ പ്രദീപ് SS അധ്യക്ഷത വഹിച്ചു. നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് അധ്യയന വർഷം കൊണ്ടുപോകുന്നതിന് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വാഹനങ്ങൾ ഫിറ്റായിരിക്കണം. വാഹനങ്ങൾ ഫിറ്റായിരിക്കണം എന്ന് മാത്രമല്ല, അതിനാവശ്യമായ സ്പീഡ് ഗവർണർ, അതുപോലെ GPS, CCTV, അതുപോലെ അതിന് കുട്ടികളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ ആയമാർ, പ്രത്യേകിച്ച് ഈ ചെറിയ സ്കൂളുകളിൽ സ്ത്രീകളായിട്ടുള്ള ആയമാരെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ മാനേജ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് തന്നെയുണ്ട്. കാരണം കൊച്ചുകുട്ടികളാണ്, അവർ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമുക്ക് ഇതിനകത്ത് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ VK വത്സൻ ഡ്രൈവർമാർക്ക് ക്ലാസ് എടുത്തു. 16/3/2020 നമ്മുടെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. EAB ഡ്രൈവേഴ്സിന്റെ ഒരു യൂണിഫോം 16/3/2020 നോട്ടിഫിക്കേഷൻ. അതിൽ സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ യൂണിഫോമിനെ കുറിച്ച് കൃത്യമായി പറയുന്നത്. എന്താ യൂണിഫോം അറിയാമോ? വൈറ്റ് കളർ ഷർട്ട്, ബ്ലാക്ക് കളർ പാന്റ് വിത്ത് സ്കൂൾ ID കാർഡ്. സ്കൂൾ ID. അപ്പൊ യൂണിഫോം ഒക്കെ എല്ലാവരും ഉണ്ടോ? എല്ലാവർക്കും. അപ്പൊ എല്ലാവരും യൂണിഫോമിൽ വരും. ഇപ്പൊ ഞാനിവിടെ ഞങ്ങൾ രണ്ടുപേരും യൂണിഫോമിൽ ഇല്ലാതെ വന്നുകൊണ്ട് സംസാരിച്ചാലോ? നിങ്ങൾ അത്ര വൈദ്യയില്ല അല്ലെ? പറഞ്ഞറിയോ? ഇത് പറയണോ? എഴുതി വരും. അപ്പൊ യൂണിഫോം ഡ്രൈവർക്ക് നിർബന്ധമായിരിക്കണം. സ്കൂളിലെ ഇവിടെ വേറെ മാനേജ്മെന്റിന്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ അത് നമ്മുടെ വാഹനം ഓടിച്ചു പോകുന്ന ഡ്രൈവർമാർ കൃത്യമായിട്ട് യൂണിഫോം ധരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുന്നു. ഇനി സ്കൂളിന്റെ ID കാർഡ് എല്ലാവരും ധരിക്കണം. ഇല്ലേ? ഉണ്ട്. യൂണിഫോമിന്റെ കാര്യത്തിൽ തീരുമാനം. ഇനി വരുന്ന നിങ്ങളുടെ വാഹനത്തിന്റെ രേഖകൾ, വാഹനത്തിന്റെ മറ്റുള്ള മെക്കാനിക്കൽ രേഖകൾ നമ്മൾ പരിശോധിക്കും. ഇതിൽ എന്താണ് ആ വാഹനത്തിൻ്റെതായ ഓരോ രേഖകൾ ഉണ്ടാവും. അത് ഓരോ ദിവസങ്ങളിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തീരും അല്ലേ? അപ്പൊ പുതുക്കണം. അത് കൃത്യമായിട്ട് വാഹനത്തിന്റെ ഇൻഷുറൻസ്, അതിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ, അങ്ങനെ എല്ലാ രേഖകളും കൃത്യമാണോ എന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തും. ചടങ്ങിൽ സെന്റ് മേരീസ് സ്കൂൾ മാനേജർ ബെന്നി വോഗീസ്, പ്രിൻസിപ്പൽ ഫാദർ ആകാശ് കുര്യൻ, MGM സ്കൂൾ മാനേജർ ജിജു കോര, സെയിന്റ് കുര്യാക്കോസ് കോളേജ് മാനേജർ ലൈസൻ ജോർജ, സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ പ്രദോഷ് പടിപ്പുരയ്ക്കൽ, ട്രസ്റ്റിമാരായ എൽദോസ് ആറയ്ക്കൽ, പൗലോസ് കീരൻകുഴി എന്നിവർ സംസാരിച്ചു. ഉദ്യോഗസ്ഥർ വാഹന പരിശോധനയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. MLA മനോജ് മൂത്തേടൻ പരിശോധനയിൽ വിജയിച്ച ആദ്യ ബസിന് മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച വാഹന പരിശോധന ഉദ്ഘാടനം ചെയ്തു. ശേഷം ബിന്ദു ഗോപാലനും വാഹനത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചു. നമ്മുടെ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ സ്കൂളുകളിലെയും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനകൾ പൂർത്തിയാക്കി അവർക്ക് സ്റ്റിക്കർ പതിക്കുന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, എല്ലാ സ്കൂളുകളും മുന്നൊരുക്ക പ്രവർത്തനം നടത്തി, വാഹനങ്ങളെല്ലാം അതിൻ്റെ റിപ്പയറിംഗ് നടത്തി, എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കി, എല്ലാ കണ്ടീഷനും ഉണ്ടെന്ന് ഉറപ്പാക്കി, കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ സ്കൂളുകളെല്ലാം ചേർന്ന് ഇത്തരത്തിലൊരു മാതൃകാപരമായി എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് എല്ലാവർക്കും ക്ലാസ് കൊടുത്ത് കൃത്യമായി നമ്മുടെ ഈ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കൊന്നും യാതൊരു തരത്തിലൊരു അപകടവും ഒന്നുമില്ലാത്ത തരത്തിൽ പോകാൻ വേണ്ടിയുള്ളൊരു മുന്നൊരുക്കമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളൊരു ശ്രമം, അതുപോലെ എല്ലാ സ്കൂൾ അധികാരികൾ നടത്തിയിട്ടുള്ള ശ്രമം, നമ്മുടെ കുറുപ്പുംപടി പള്ളിയും ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ ശ്രമങ്ങൾ മറ്റു മാതൃകാപരമാണ്.
എന്തായാലും ഇതൊരു നല്ല അനുഭവമാണ്. എല്ലാവരും ഒരുമിച്ചാകുമ്പോൾ ഓരോ സ്ഥലത്ത് പോയി ക്ലാസ് എടുക്കേണ്ട, എല്ലാവരും ഒരുമിച്ച് ചേർത്ത് നല്ല പരിശീലനം കൊടുത്ത് ഒരു നല്ല അധ്യയന വർഷം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ്. ഞാൻ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രിയപ്പെട്ട ജോയിൻ ആർ.ടി.ഒ, മറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, മറ്റെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ സ്കൂളുകളുടെ ചുമതലക്കാരെയും അതുപോലെ കുറുപ്പുംപടി പള്ളിയുടെ വികാരിയച്ഛൻ ഉൾപ്പെടെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടി അറിയിച്ച് എന്നെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വാഹനത്തിന്റെ രേഖകൾ, ഡ്രൈവറുടെ ലൈസൻസ്, യോഗ്യത, വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള GPS ക്യാമറകൾ തുടങ്ങിയവയുടെ പ്രവർത്തനക്ഷമത എന്നിവ പരിശോധിച്ച് തൃപ്തികരമായ 138 ബസ്സുകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് സ്റ്റിക്കർ പതിച്ചു നൽകി. പരിശോധനയിൽ തൃപ്തികരമല്ലാത്ത 67 വാഹനങ്ങൾ മടക്കി. അവ അപാകതകൾ പരിഹരിച്ച് വീണ്ടും പരിശോധനയ്ക്ക് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ പതിപ്പിക്കാത്ത വാഹനങ്ങൾ സർവീസ് നടത്തുന്നതായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ജോയിന്റ് ആർ.ടി.ഒ അറിയിച്ചു. പെരുമ്പാവൂർ സബ് ആർ.ടി.ഒ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ AK ബിനോയ് കുമാർ, ബോണി P രതീഷ്, MV ദിനേശ് കുമാർ M, നിയാസ് മുഹമ്മദ്, എറണാകുളം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ PT അയ്യപ്പദാസ്, K അശോക് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജേക്കബ് ജോർജ്, അജയ് മോഹൻദാസ്, S മുരുകേഷ്, ഷിബു തോമസ് എന്നിവരും വാഹന പരിശോധനയിൽ പങ്കെടുത്തു. പെരുമ്പാവൂർ ഓഫീസിലെ ജീവനക്കാരായ ബിജോയ് തോമസ്, KD ജോൺസൺ, VP പ്രദീപ്, ഡ്രൈവർമാരായ അനസ്, വിനോദ് എന്നിവരും സെന്റ് മേരീസ് സ്കൂൾ മാനേജ്മെന്റും സ്റ്റാഫും പരിശോധനയുടെ ഭാഗമായി. ന്യൂസ് ഡെസ്ക്, മെട്രോ ന്യൂസ്.